ഇന്ന് ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ദിനം. ക്രൈസ്തവർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള നാനാജാതി മതസ്ഥർക്കും ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധിയായ അൽഫോൻസാമയുടെ ഈ ദിനം അനുഗ്രഹത്തിൻ്റെ സുദിനമാണ്. പാലായിൽ ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഭക്തജനപ്രവാഹമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കഴിഞ്ഞു. ശാന്തസുന്ദരമായ ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന കുന്നിൻ ചെരുവിലാണ് അൽഫോൻസാമ അന്ത്യവിശ്രമം കൊള്ളുന്നത്. തീർത്ഥാടന കേന്ദ്രത്തിലെ അൽഫോൻസാമയുടെ കബറിടത്തിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് ഇടവക പള്ളിയിൽ കുർബാന കൈക്കൊണ്ട് ജനം വിശ്വാസദീപ്തിയിൽ മതിമറക്കുന്ന സുദിനം. ദേവാലയത്തിനും തീർത്ഥാടന കേന്ദ്രത്തിനും തൊട്ട് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന അൽഫോൻസാമയുടെ മഠത്തിലും ജനത്തിരക്കാണ്. അൽഫോൻസാമ ജീവിച്ചു മരിച്ച മുറിയിലൂടെ നാം കടന്നു പോകുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത വികാരം അണപൊട്ടുന്നു. അൽഫോൻസാമ ആദ്യം കിടന്ന മുറിയും പിന്നീട് അസുഖം മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ കിടന്ന മുറിയും കിടന്നിരുന്ന കട്ടിലും ഉപയോഗിച്ച ഷീറ്റും എന്തിന് മരണം കൈവരിച്ചപ്പോൾ കിടന്ന കട്ടിലും ഒക്കെ ഈ മുറിക്കുള്ളിൽ അമൂല്യ ഖനി പോലെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ദർശനം നൽകിയ മുറിയിൽ കിടക്കുന്ന അൽഫോൻസാമയുടെ രൂപം സൂക്ഷിച്ചിട്ടുണ്ട്. അൽഫോൻസാമ ഉപയോഗിച്ച സാധനങ്ങളും ജന്മഗൃഹവും ജന്മസ്ഥലവും മാതാപിതാക്കൾ, ബന്ധുക്കൾ, വൈദികർ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ, വിശുദ്ധയാക്കിയ നടപടികളുടെ ചിത്രങ്ങൾ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ പ്രഖ്യാപനം നടത്തിയ ചിത്രങ്ങൾ തുടങ്ങി രാജ്യത്തെ പ്രമുഖരുടെ സന്ദർശന ചിത്രങ്ങൾ വരെ ഉൾപ്പെടുന്ന മ്യൂസിയം ഈ മഠത്തിൽ അൽഫോൻസാമയുടെ മുറിയോട് ചേർന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. കയ്യിൽ കത്തിയ തിരികളും ചുണ്ടിൽ ജപമാല മന്ത്രങ്ങളുമായി പ്രാർത്ഥനയുടെയും അനുഗ്രഹങ്ങളുടെയും വഴിയിലൂടെ നയനാനന്ദകരമായ തീർത്ഥാടന കേന്ദ്ര കാഴ്ചകളുമായി നമ്മുടെ സ്വന്തം ഭരണങ്ങാനം ഇന്ന് സ്വപ്ന നഗര പ്രൗഢിയോടെ തല ഉയർത്തി മനസ്സിൽ ആനന്ദത്തിൻ്റെ അലകളുയർത്തി നമുക്ക് ആസ്വാദനവും അനുഭൂതിയും പകരുന്നു. ഏവർക്കും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ മംഗളങ്ങൾ.